പ്രിയ സുഹൃത്തുക്കളെ, അപ്പം ഞാൻ ഇന്നൊരു പടത്തിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഈ ഒരു സിനിമ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. ചില ആളുകൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ കുരുപൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സിനിമയിലുള്ള സംഭവമാണ് ഞാൻ ഇവിടെ പറയുന്നത്, അല്ലാതെ ഞാൻ ഉണ്ടാക്കിയിട്ട് പറയുന്ന ഒരു കാര്യമൊന്നുമില്ല. നമ്മുടെ നിവിൻ പോളിൻ്റെ പുതിയ സിനിമ ഉണ്ട്, ജനഗണ മന എന്ന് പറഞ്ഞിട്ട് സിനിമയൊക്കെ എടുത്തില്ലേ, ആ ഡയറക്ടർ തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിലെ കഥ എന്താണെന്നുള്ളതൊക്കെ ഞാൻ ചുരുക്കത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അപ്പോൾ സിനിമയുടെ പേര് വന്ന് കേരള ഫ്രം ഇന്ത്യ എന്നാണ്. ഈ സിനിമയുടെ പേര് എന്തിനാ വെച്ചിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ സിനിമയിലെ നായകൻ്റെ പ്രധാന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയൊന്നുമില്ല, വെറുതെ കടന്ന് തിരിയുകയാണ്. അപ്പോൾ നാട്ടിൽ ഇവൻ്റെ ഒരു പാർട്ടി ഉണ്ട്. അപ്പോൾ ഈ പാർട്ടിയെ വളർത്താൻ വേണ്ടിയിട്ട് ഇവൻ ശ്രമിക്കുക, അതുവഴിക്ക് ഒരു ജോലിയും കിട്ടണം, കുറച്ച് കാശും ഉണ്ടാക്കണം, ഇതൊക്കെയാണ് ഇവൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിന് ഈ പാർട്ടിയെ വളർത്തണമെങ്കിൽ ഇവനക്ക് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിന് ഇവർ ഈ പാർട്ടിക്കെതിരെയുള്ള എതിരാളികൾ ഉണ്ടാക്കണം, കുറേ ശത്രുക്കൾ ഉണ്ടാക്കണം, രാജ്യസ്നേഹം പറയണം, ഇവരൊക്കെ രാജ്യസ്നേഹികളാണെന്നും അല്ല മറ്റുള്ള ആൾക്കാരെല്ലാം രാജ്യത്തിന് സ്നേഹമില്ലാത്ത ആൾക്കാരാണെന്നും മറ്റുള്ളവരെല്ലാം തീവ്രവാദി, അങ്ങനെയൊക്കെ കുറേ നമ്മൾ ഈ കമൻറ്റിലൊക്കെ കാണുന്നില്ലേ കുറേ സ്വാർത്ഥന്മാർ. ആ ഒരു സംഭവമൊക്കെയാണ് ഈ ഒരു സിനിമയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വരുന്നത്. പിന്നീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നമായിട്ട് അവനക്ക് നിൽക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഇവൻ എന്ത് ചെയ്യുന്നു, ഒരു ഗൾഫിലേക്ക് ഒരു വിസ ഒപ്പിച്ച് ഇവൻ മുസ്ലിങ്ങളെല്ലാം ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞത് നടത്താറ്. അവസാനം പൈസ ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിം രാജ്യത്തിലേക്ക് വരേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. അവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവർ ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തൊരു വ്യക്തികളാണല്ലോ ഈ അടുത്തുള്ള നമ്മുടെ രാജ്യത്തിലായ പാകിസ്ഥാനികൾ. അവസാനം ഒരു പാകിസ്ഥാനിയുമായിട്ട് ഇവർക്ക് നല്ല ബന്ധമുണ്ടാകുന്നു, നല്ല സുഹൃത്ത് ബന്ധമുണ്ടാകുന്നു. അങ്ങനെ ഇവനുമായിട്ട് ഈ പാകിസ്ഥാനിയുമായിട്ട് ഇവർ നല്ല കമ്പനിയാവുന്നു. യഥാർത്ഥത്തിൽ ജീവിതം എന്താണെന്നുള്ളത് ഇവർ പഠിക്കുന്നു. അതായത് നമ്മുടെ നാട്ടിൽ കിടന്ന് വർഗീയത ഉണ്ടാക്കി ഈ പാർട്ടി വളർത്താൻ വേണ്ടി ഈ പാർട്ടിയിൽ എങ്ങനെയെങ്കിലും ഒരു MLA കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ അത്രയും കഷ്ടപ്പെട്ടത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പല തെമ്മാടിത്തരവും ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഒക്കെ ഇവർ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഈ യാഥാർത്ഥ്യമായിട്ട് ഈ ജീവിതവുമായിട്ട് വളരെ ബന്ധമാണ്. നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഡയറക്ടർ കറക്റ്റ് സിനിമയിലൂടെ ഒരാളുടെ വഴിക്ക് നിവിൻ പോളിയുടെ വഴി കൂടെ ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പല സ്ഥലത്തും ഈ പാർട്ടിക്കാരുള്ള ആൾക്കാർ കാണുകയാണെങ്കിൽ അവർക്ക് കുരുപൊട്ടുകയും ചെയ്യും, അവർക്ക് വേദനിക്കുകയും ചെയ്യും, പക്ഷേ മറ്റുള്ളവർക്ക് കാണുമ്പോൾ രസമായി തോന്നുകയും ചെയ്യും. അങ്ങനെ അവൻ ഗൾഫിൽ വന്നിട്ട് ഈ പാകിസ്ഥാനായിട്ട് നല്ല ബന്ധമുണ്ടായി, അവിടുത്തെ ജീവിത സാഹചര്യമൊക്കെ മനസ്സിലായി, 10 കാശൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴാണ് ഇവർക്ക് ജീവിതം എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. വർഗീയത കൊണ്ടൊന്നൊരു കാര്യമില്ല എന്നുള്ളതൊക്കെ എല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞ പിന്നെ യഥാർത്ഥ ഒരു മനുഷ്യനായിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുന്നതാണ് ഈ ഒരു സിനിമ. അതായത് ഒരു വർഗീയതവാദിയായിട്ട് ഗൾഫിലേക്ക് പോകുന്നു, അവിടെ നിന്നിട്ട് ജീവിതം എന്താണെന്ന് പഠിച്ചിട്ട് ഒരു മനുഷ്യനായി തിരിച്ചു വരുന്നു. ഇതാണ് ഈ ഡയറക്ടർ പറഞ്ഞു വരുന്നത് ഈ സിനിമയിൽ. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് പറയുക എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ. എന്നെ പൊങ്കാലിട്ടുള്ള സിനിമയിലുള്ള കാര്യമാണ് പറഞ്ഞത്.